ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഷർട്ട് ഉണ്ടാവല്ലോ, അത് വെച്ചിട്ട് അടിപൊളി ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കല്ലോ. ആദ്യം നമുക്ക് ഷർട്ട് ഒന്ന് നിവർത്തി വെച്ച് അതിൻ്റെ 2 സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഷർട്ടിൻ്റെ പോക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളർ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഷർട്ട് നിവർത്തി വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് അളവിലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ അളവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അളവ് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണേ. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് മാത്രം നമുക്ക് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ മാർക്കിൽ കൂടി കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ നെക്ക് ഒരേപോലെയുള്ള നെക്കാട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. ഇപ്പോൾ தான் നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഒരു സിമ്പിൾ ഫ്രോക്ക് എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗത്തൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ താഴെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമല്ലോ. അതിനായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് തന്നെ വെച്ച് കൊടുത്താൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്ലീവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ സ്ലീവിൽ നിന്ന് 4 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കട്ട് ചെയ്തെടുക്കണേ. ഇപ്പം നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ള പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ 2 ഷോൾഡർ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ക്രോസ് പീസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീനിൽ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ 2 സൈഡും കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ தான் നമ്മുടെ ഫ്രോക്കിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ പീസുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ സ്റ്റിച്ചിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതിനുശേഷം നമുക്ക് നഖം വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിങ് അവിടെ അറിയില്ല. അതിനുശേഷം നമുക്ക് ഈ ഫ്രോക്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത്രയേ ഉള്ളൂ പണി. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.